എല്ലാവർക്കും നമസ്കാരം. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് RRBയുടെ RPF കോൺസ്റ്റബിൾ SI നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്ന കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോ നോട്ടിഫിക്കേഷൻ വീഡിയോ, ജസ്റ്റ് ക്വാളിഫിക്കേഷനും ഏജും ഫീസിൻ്റെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓൾറെഡി മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ്, എക്സാം തുടങ്ങിയ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ലിങ്കും പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്കും ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ RRBയുടെ സൈറ്റിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കാണാം 15 ഏപ്രിലിന് ആപ്ലിക്കേഷൻ തുടങ്ങി. 14 മെയ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പോസ്റ്റ്, ഒന്ന് സബ് ഇൻസ്പെക്ടർ എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ്, 2 പോസ്റ്റാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. സബ് ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡിഗ്രിയും കോൺസ്റ്റബിളിലേക്ക് അപ്ലൈ ചെയ്യാൻ 10ാം ക്ലാസ്സാണ് യോഗ്യത. അപ്പോൾ നിങ്ങൾക്ക് 2 ക്വാളിഫിക്കേഷനും ഉണ്ട്. 2ലേക്കും താല്പര്യമുണ്ടെങ്കിൽ 2ലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റബിളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അതിന് വേണ്ട നിങ്ങൾ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട്, 2 ഓപ്ഷൻ കാണാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു RRBയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴാണ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. നമ്മൾ PSCയിലൊക്കെ ചെയ്യുന്ന പോലെ 1 ടൈം രജിസ്ട്രേഷൻ എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ മുന്നേ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. അതിന് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്താൽ മതി. നിങ്ങൾ ALP റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞു നമുക്കറിയാം. അതുപോലെ തന്നെ ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റും കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തവരാണെങ്കിൽ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്ന് ശ്രദ്ധിക്കുക. ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് നിങ്ങൾ ഓൾറെഡി ഒരു രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ALP ടെക്നീഷ്യൻ ഈ 2 റിക്രൂട്ട്മെൻറ്റിനൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് 2ാമത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ ആദ്യം നിങ്ങളുടെ നാഷണാലിറ്റി ഇന്ത്യൻ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫുൾ നെയിം 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുള്ള പ്രകാരം നിങ്ങളുടെ ഫുൾ നെയിം അടിക്കുക. അതിനുശേഷം അത് റീടൈപ്പ് ചെയ്യുക. നെയിം ഇവിടെ റീടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ പേര് മാറ്റിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എസ്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. നോ ടിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു കലണ്ടർ ടിക്ക് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ കലണ്ടറിലാണ് കൊടുക്കുന്നത് ഫസ്റ്റ്. രണ്ടാമത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ 2 പേർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. മെയിലാണെങ്കിൽ മെയിൽ കൊടുക്കുക. പിന്നെ റീസെലക്ട് കൊടുക്കുക. അതായത് രണ്ടാമത് നിങ്ങൾ ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അച്ഛൻ്റെ പേരോട് അടിക്കുക, കൺഫേം ചെയ്യുക. അമ്മയുടെ പേരോട് അടിക്കുക, അതും കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ യൂസിങ് ആധാർ ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഒരു OTP വരും. ആ ഒരു OTP നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഐ ഡു നോട്ട് ഹാവ് ആധാർ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ലൈസൻസോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ പറ്റും. ഒട്ടുമിക്ക പേർക്കും ആധാർ കാർഡ് ഉണ്ടാവും. അതുകൊണ്ട് ആധാർ കാർഡ് വെരിഫൈ യൂസിങ് ആധാർ കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം ജനറേറ്റ് ഇമെയിൽ OTP കൊടുക്കുക. ഇമെയിലിലേക്ക് ഒരു OTP പോകും. ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇതേപോലെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് OTP കൊടുക്കുക. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പേര് @123 ആ ഒരു ഓപ്ഷനിൽ കൊടുത്താൽ മതി. നിങ്ങളുടെ പേര് @123 അല്ലെങ്കിൽ @456 അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. കാരണം പേരും വേണം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, പിന്നെ ഒരു നമ്പറും വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു പാസ്വേഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കോമൺ ആയിട്ട് കൊടുക്കുന്ന പാസ്വേഡ് ആയാലും മതി. അതിനുശേഷം നിങ്ങൾ കൺഫേം പാസ്വേഡിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അടിച്ച പാസ്വേഡ് തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫോണിൽ കാണുന്ന ക്യാപ്ച തെറ്റാതെ ഇവിടെ അടിക്കുക. അതിനുശേഷം പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 1 ടൈം രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഹോമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാം ഹോം. അപ്ലൈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടാക്കി. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറും നിങ്ങൾ ഒരു ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ ഒരു പാസ്വേഡും അടിച്ച് ക്യാപ്ചയും അടിച്ച് ലോഗിൻ കൊടുക്കുക. അപ്പോൾ 2 റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. RPF SI അതുപോലെ തന്നെ RPF കോൺസ്റ്റബിൾ. നിങ്ങൾ ഏതിനാണോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ
സെലക്ട് ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ RPF കോൺസ്റ്റബിൾ ആണെങ്കിൽ ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ മെറിഷ്യൽ സ്റ്റാറ്റസ് ആണ് ആദ്യം ചോദിക്കുന്നത്. അൺമാരിഡ് ആണോ അൺമാരിഡ് കൊടുക്കുക. പിന്നെ നിങ്ങൾ റിലീജിയൻ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു കൊടുക്കുക. നിങ്ങളുടെ മദർ ടങ് മലയാളം സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എക്സാമിന് വേണ്ട ലാംഗ്വേജ് ആണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ പെർമനൻറ്റ് വിസിബിൾ മാർക്ക് നിങ്ങളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിലുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. രണ്ടാമത്തെ മാർക്ക് ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി SC ST OBC ആണോ UR ആണോ അത് സെലക്ട് ചെയ്യുക. SC ST OBCക്കാർക്ക് ഒരു ഫോർമാറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. URകാരാണെങ്കിൽ വേണ്ട. അപ്പോൾ UR ആണെങ്കിൽ ഇവിടെ UR സെലക്ട് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ അതൊക്കെ SC STക്കാർക്കാണ് അടിച്ചു കൊടുക്കുക. OBCക്കാർക്കും വരുന്നുണ്ട്. ഇഷ്യൂയിങ് അതോറിറ്റി നിങ്ങളുടെ ഇഷ്യൂയിങ് അതോറിറ്റി സെലക്ട് ചെയ്യുക. സ്റ്റേറ്റ് കേരള. ഡേറ്റ് ഓഫ് ഇഷ്യൂ അതിവിടെ കലണ്ടറിൽ സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ റെയിൽവേ പാസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. S കൊടുക്കുക. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു OBC SC STക്കാർക്ക് ഒരു അപ്ലോഡ് ഡോക്യുമെൻറ്റ് കൊടുക്കണം. നിങ്ങൾ ആ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഹോം പേജിൽ വന്ന ഡൗൺലോഡ് ഫോർമാറ്റ് ഓപ്ഷൻ കാണാം. ഇവിടെ SC ST സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ്, EBC, EWS, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇവിടെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ അഡ്രസ് ഡീറ്റെയിൽസ് നിങ്ങളുടെ അഡ്രസ്സാണ് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ കേരള സെലക്ട് ചെയ്യണം ഇവിടെ. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ്, പിന്നെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വില്ലേജ്, പിൻകോഡ് ഇത്രയും അടിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ടിക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഓപ്ഷനും ഫില്ലാവും. അതിനുശേഷം നിങ്ങൾ സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ നിങ്ങൾ ടിക്ക് കൊടുക്കേണ്ട റീടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, സേവ് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ S കൊടുക്കുക. S കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണം. ഞാൻ ജസ്റ്റ് നോ കൊടുത്തു. പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലെങ്കിൽ നോ കൊടുക്കുക. EBC സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആണെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. S കൊടുത്താൽ അതൊക്കെ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കുക. ഡീറ്റെയിൽസ് ഓഫ് സെർവിങ് റെയിൽവേ ആപ്ലിക്കൻറ്റ് റെയിൽവേ എംപ്ലോയി ആണെങ്കിൽ S, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ നിങ്ങൾ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ആർ യു എ കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രൻറ്റൈസ് ആണെങ്കിൽ S കൊടുക്കുക. അതായത് റെയിൽവേ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ S കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. നിങ്ങളുടെ ഫീസ് ഡിഡക്റ്റ് ആവും. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ അക്കൗണ്ട് ഹോൾഡർ നെയിം കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, കൺഫേം ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ രണ്ടാമത് കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം IFSC കോഡ് അടിക്കുക, ബാങ്കിൻ്റെ പേര്, പിന്നെ ബാങ്കിൻ്റെ അഡ്രസ്സ് ഇത്രയും അടിച്ച് നിങ്ങൾ സേവ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് മതി. ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾ ആഡ് കൊടുക്കുക. അപ്പോൾ മെട്രിക്കുലേഷൻ സെലക്ട് ആയിട്ടുണ്ട്. സ്റ്റേറ്റ് രാജസ്ഥാൻ അല്ല, നമ്മൾ കേരള കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഡെമോ കാണിച്ചതാണ്. കേരള കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. ബോർഡ് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. പിന്നെ ഡേറ്റ് ഓഫ് പാസിങ് 10ാം ക്ലാസ് പാസ്സായ വർഷവും ഡേറ്റും ആ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ റോൾ നമ്പർ 10ാം ക്ലാസ് റോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് കൊടുക്കുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തു, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡെമോസ് കാണാം. ഇത്തരത്തിലുള്ള ഫോട്ടോസ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റായിട്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് എടുത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള സിഗ്നേച്ചറും ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോട്ടോൻ്റെ സൈസ് വരുന്നത് 30 KB മുതൽ 70 KB ആണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് സൈസ് കുറച്ചിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ബ്രൗസ് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ സൈസ് വരുന്നത് JPG ഫോർമാറ്റ് 30 KB മുതൽ 70 KB തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ബ്രൗസ് ചെയ്ത് കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പ്ലേസാണ് കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ സ്ഥലം പ്ലേസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രിവ്യൂ ആപ്ലിക്കേഷൻ കാണാം, അത് നിങ്ങൾ കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോഴേ സാധിക്കുള്ളൂ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കാണാം എഡിറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ
എല്ലാം ഓക്കെ ആണെങ്കിൽ, റീഡ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഇവിടെ ടിക്ക് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഇനി ഫീസ് അടയ്ക്കേണ്ട ഓപ്ഷനാണ് 250 രൂപയാണ് ഫീസ്. SC/ST വിഭാഗത്തിലുള്ളവർക്കും പെൺകുട്ടികൾക്കും 250 രൂപയാണ്. അതിൽ എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ഫീസ് നമ്മുടെ ബാങ്കിലേക്ക് റീഫണ്ട് ആവും. എക്സാം എഴുതാൻ പോയില്ലെങ്കിൽ മാത്രമേ 250 രൂപ മൊത്തമായിട്ട് അവരെടുക്കുള്ളൂ. അപ്പോൾ ജനറൽക്കാരാണെങ്കിൽ 500 രൂപയാണ് വരുന്നത്. 500 രൂപയിൽ 400 രൂപ അവർ റീഫണ്ട് ചെയ്യും എക്സാം എഴുതാൻ പോയി. അപ്പോൾ 100 രൂപയാണ് ഫീസ് വരുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ എക്സാം ഫീസ് അടയ്ക്കേണ്ട ഓപ്ഷനാണ് പേ നൗ കൊടുക്കുക. അപ്പോൾ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, GPay വഴി, UPI വഴിയൊക്കെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. അപ്പോൾ UPI കൊടുക്കായിരിക്കും ഒന്നുകൂടെ നന്നായിരിക്കുക. ഗൂഗിൾ പേ വഴി ഡയറക്റ്റ് പേയ്മെൻറ്റ് പോയിരിക്കും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്ത് നിങ്ങൾ പേ നൗ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫീസ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആവും. അപ്പോൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി നമ്മുടെ ആപ്ലിക്കേഷനും സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി വ്യൂ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ RPF കോൺസ്റ്റബിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷ അയയ്ക്കുക. കോൺസ്റ്റബിളിലേക്കും SIയിലേക്കും ഇതേ മെത്തേഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യണമെങ്കിൽ, ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ വരുന്നതാണ്. പഠിക്കാൻ പറ്റിയ ബുക്സ് കാര്യങ്ങളും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആപ്ലിക്കേഷൻ വീഡിയോ നമ്മുടെ ചാനൽ വഴിയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടും കാണിക്കുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.